എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് കടയ്ക്കൽ തിരുവാതിര പൊങ്കാലയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. കടയ്ക്കൽ തിരുവാതിര പൊങ്കാല ഇടാൻ പാടില്ലെന്നും പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു. ഒരു 4-5 വർഷം കൊണ്ട് പൊങ്കാലയ്ക്ക് ആൾ കുറവാണ്. അങ്ങനെയല്ല, നമ്മുടെ ഈ ക്ഷേത്രം കണ്ടില്ലേ, ദേവീക്ഷേത്രത്തിന് ചുറ്റുവട്ടത്തുള്ള കോമ്പൗണ്ട് കണ്ടില്ലേ, ആ കോമ്പൗണ്ടിൻ്റെ അകത്താണ് പൊങ്കാല ഇടാൻ പാടില്ലാത്തത്. അതായത് വെച്ച് നിവേദ്യം ഇല്ലാത്തതുകൊണ്ട് അവിടെ പൊങ്കാല ഇടാൻ പാടില്ല, ശരിയാണ്. പക്ഷേ അതേസമയം പുറത്തുള്ള ഈ കാണുന്ന ഗ്രൗണ്ടിലാണ് നമുക്ക് പൊങ്കാല ഇടേണ്ടത്. പൊങ്കാല ഇടേണ്ടതെന്ന് പറയുന്നത് പലരും വിചാരിക്കും കടയ്ക്ക് തമ്പുരാട്ടിക്ക് തന്നെയാണ് പൊങ്കാല ഇടുന്നത്. പക്ഷേ പ്രാധാന്യമായി വെച്ചാൽ പ്രധാനമായിട്ടും പൊങ്കാല ചെയ്യുന്നത് പഴനിട ഭഗവതിക്കാണ്. അതായത് ശിവക്ഷേത്രത്തിലെ തമ്പുരാട്ടിക്ക്. അവിടെ ഇരിക്കുന്ന അമ്മ തന്നെയാണ് ഇവിടെ വന്ന് സ്വയംഭൂ ആയത്, അവതാര ലക്ഷ്യം പൂർത്തീകരിച്ച് സ്വയംഭൂ ആയത്. പക്ഷേ അവിടെ ഇരിക്കുന്ന ഭഗവതിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പൊങ്കാല ചെയ്യുന്നത്. അപ്പം പലർക്കും തെറ്റിദ്ധാരണയുണ്ട് പൊങ്കാല ഇട്ടുകൂടുന്നത്. അങ്ങനെയല്ല, ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്താണ് പൊങ്കാല ഇടാൻ പാടില്ലാത്തത്, പുറത്ത് പൊങ്കാല ഇടാം. അപ്പം നിങ്ങൾ ഒരിക്കലും പൊങ്കാല ഇടാതിരിക്കരുത് തമ്പുരാട്ടിക്ക്. ഈ പൊങ്കാല എന്ന് പറയുന്നത് നമ്മുടെ പഴനിട ഭഗവതിക്കാണ്, അതായത് ശിവക്ഷേത്രത്തിലെ ഭഗവതിക്ക് വേണ്ടിയാണ് ഈ പൊങ്കാല ഇടുന്നത്. അപ്പം പലരും തെറ്റിദ്ധാരണ ഉണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾ പൊങ്കാല ഇടാൻ വരാതിരിക്കരുത്. എല്ലാ ഭക്തജനങ്ങളും കടയ്ക്കലമ്മയുടെ തിരുമുറ്റത്ത് പൊങ്കാല ഇടാൻ വരണം, ഉറപ്പായിട്ടും വരണം. കാരണം നമ്മൾ കോമ്പൗണ്ടിൻ്റെ അകത്തല്ല, പീഠികവാസിനിക്കല്ല പൊങ്കാല ഇടുന്നത്, പീഠികവാസിനിക്ക് തന്നെയാണ് പൊങ്കാല ഇടുന്നത്. പക്ഷേ പഴനിട ഭഗവതിയെ അല്ലെങ്കിൽ തമ്പുരാട്ടിയെയാണ് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് ഈ പൊങ്കാല സമർപ്പിക്കുന്നത് തമ്പുരാട്ടിയുടെ തിരുനടയിൽ. അപ്പോൾ ആരും പൊങ്കാല ഇടാൻ വരാതിരിക്കരുത്. പൊങ്കാല ഇടാൻ ഉറപ്പായിട്ടും എല്ലാവരും വരണം. കാരണം കോമ്പൗണ്ടിൻ്റെ അകത്ത് മാത്രമേ പൊങ്കാല ഇടാൻ പാടില്ലാതെ ഉള്ളൂ, പുറത്ത് പൊങ്കാല ഇടാം. അപ്പോൾ പലർക്കും തെറ്റിദ്ധാരണയുണ്ട്. ഉറപ്പായിട്ടും എല്ലാവരും വരേണ്ടതാണ്.